ബോസ് മലയാളം സീസൺ 7 രാവിലെ അനീഷും ലക്ഷ്മിയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. കാരണം അനിമോൾക്ക് വേണ്ടിയാണ് അനീഷ് ലക്ഷ്മിയോട് തർക്കിച്ചത്. പാല് ആണെന്നോർത്ത് അനിമോൾ തൈരെടുത്ത് പുറത്ത് വെച്ചങ്ങനെ തൈരിൻ്റെ പാക്ക് കേടായിപ്പോയി, നോക്കിയില്ല. അപ്പോൾ അനീഷ് വന്നാണ് അത് നോക്കിയിട്ട് തൈരാന്ന് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് കേടാക്കി കളഞ്ഞ് ഒരു കവറ് തൈര്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, ഇത് നമുക്ക് പനീർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അനിമോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അത് അക്ബറിനോടൊക്കെ ചെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒച്ചയിടുവാണ്. അപ്പോൾ അനീഷ് അതിൽ നിന്ന് വെച്ച് കുടിക്കാൻ പോയപ്പോൾ അനീഷിൻ്റെ വയറ് കേടാവും ആരെങ്കിലും ചെന്ന് പറയാൻ. അപ്പോൾ അനീഷ് പറഞ്ഞു, എൻ്റെ വയറ് കേടായിക്കോട്ടെ, നിങ്ങളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെടുന്നത്? ഇവിടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ. അതുമല്ല അനിമോൾ നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്ത് തരുന്നുണ്ട്, പിന്നെ ചെറിയൊരു തെറ്റിന് ഒച്ചയിടുന്ന എന്തിനാന്ന്. അപ്പം ഞാൻ പനീർ ഉണ്ടാക്കിക്കോളാം ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ അനിമോൾ പറഞ്ഞ് വേണ്ട, നിങ്ങളുടെ ആവശ്യമില്ലയെന്ന് പറഞ്ഞു. അങ്ങനെ അനിമോൾക്ക് വേണ്ടി അനീഷ് സപ്പോർട്ട് ചെയ്യാതെ ഒരു തെറ്റ് ആർക്കായാലും പറ്റും, അത് ചീത്തയായി കളയുന്നൊന്നും ഇല്ലല്ലോ, അത് മോരാക്കാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയണത്, കഴിഞ്ഞ ആഴ്ച പയർ മുളപ്പിച്ചത് കളഞ്ഞ്. അങ്ങനെ ലക്ഷ്മി ഇരുന്ന് എല്ലാവരോടും അനിമോളുടെ കുറ്റങ്ങൾ പറയണം. അപ്പം അനീഷ് പറയുന്നുണ്ട്, പിന്നെ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചോണ്ട് വരല്ലേ, അതൊരു ഇറിറ്റേഷനാവും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. അനിമോൾക്കറിയാം അനിമോളുടെ കാര്യം നോക്കാൻ. അനിമോൾ എല്ലാവർക്കും കുക്ക് ചെയ്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇവിടെ കുക്ക് ചെയ്ത് തിന്നാൻ വേണ്ടിയല്ല വന്ന. അപ്പോൾ അനീഷ് പറയുന്നത്, എന്നാലും ഫുഡ് കഴിക്കണ്ടേ, അതിനും കൂടെ അല്ലേ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക്. അപ്പോൾ അനീഷ് ഇന്ന് അനിമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മിക്കെതിരെ ശക്തമായിട്ട് തന്നെ പറയുകയാണ്. അതാണ് ലൈവിൽ ഇപ്പം നടന്നത്. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, അനീഷേട്ടാ മിണ്ടണ്ട, അവരെന്തെങ്കിലും പറയട്ടെന്ന് പറയുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.